ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഒരു ട്രിപ്പിന് പോകാനുള്ള പാക്കിങ്ങിലാണ്. ഇത് ആക്ച്വലി ഞാൻ മുട്ടക്കറീൻ്റെ ഗ്രേവി ഉണ്ടാക്കിയതാട്ടോ. ഇത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചപ്പാത്തിയും പനീർക്കറിയും വേറെ നമ്മൾ ബോക്സിലെടുത്തു. ഇപ്രാവശ്യം ആക്ച്വലി നമ്മൾ മാത്രമല്ല ട്രിപ്പിനുള്ളത്, കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ ഐശ്വര്യ, ഇത് നിങ്ങളുടെ ടുട്ടു. നമ്മൾ ഇപ്പോൾ ഒരു പുതിയൊരു ട്രിപ്പിന് പോവാണ്. ആക്ച്വലി ഇപ്രാവശ്യം നമ്മൾ ഈ 3 പേര് മാത്രമല്ലാണ്, കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ചധികം മലയാളീസിനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ഞാൻ ഇതുവരെ പോകാത്തൊരു സ്ഥലമുണ്ട്. ആക്ച്വലി പോകാനായിട്ട് പറ്റാത്തൊരു സ്ഥലമായിരുന്നു. അതാണ് ഡ്രാക്കൻസ്ബർഗ് ഓർ ഡ്രാഗൻസ്ബർഗ് ഓർ എന്നിട്ടൊരു പറയാം ഡ്രാക്കൻസ്ബർഗ്. ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചില സമയത്ത് മഞ്ഞ് വീഴും. ലാസ്റ്റ് ഇയർ മഞ്ഞ് വീണായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം മഞ്ഞ് വീഴുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോവാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാനുള്ളത്. അവിടെയുള്ള നല്ല ഒരു ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ എത്താനായിട്ട് ഓൾമോസ്റ്റ് ഒരു 7 അവർ ഡ്രൈവ് ഉണ്ട്. നമ്മൾ ഫുള്ളായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫുഡും ഒക്കെ നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചന്ദ്രപ്പ എന്താ ഒരു മൈൻഡിലാണ് ഇങ്ങനെ ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുക. ഒരു ട്രിപ്പിന് പോലെ ചന്ദ്രപ്പ എപ്പോഴും എന്ന് പറഞ്ഞോണ്ടിരിപ്പുണ്ടാവും അല്ലേ കേട്ടോ? അതെ. അപ്പം നമ്മൾ രണ്ടുപേരും ഭയങ്കര എനർജിയിലാണ്. യെസ്, നമ്മൾ നല്ലൊരു ട്രിപ്പ് ചെയ്യാൻ പോവാണ്. ഒരുപാട് അടിപൊളി ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഡർബൻ റൂട്ട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ അക്കോമഡേഷനിൽ പോകും. പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്കറിയാം, ദക്ഷിണാഫ്രിക്കയുടെ ഉള്ളിൽ തന്നെ ലെസോത്തോ എന്ന് പറഞ്ഞൊരു കൺട്രി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ മഞ്ഞ് വീഴുന്ന സ്ഥലമുള്ളതായിട്ട്. മഞ്ഞ് വീഴുമെന്ന് അറിയില്ല കേട്ടോ. അത് ഈ ചന്ദ്രപ്പിനി കൊണ്ടു പോകണത്. മഞ്ഞ് മിക്കവാറും വീഴില്ല എന്നുള്ളതാണ് സത്യം. അതെ, നമ്മൾ പോകണ്ടെന്ന് വെച്ചാൽ മഞ്ഞ് ബൈ ബൈ ടാറ്റാ, നിങ്ങൾ വേറെ വല്ലപ്പോഴും ആയോ. ബാക്കിയുള്ള നമ്മുടെയൊക്കെ ഫ്രണ്ട്സൊക്കെ പോയപ്പോൾ നന്നായിട്ട് മഞ്ഞുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ ഒക്കെ. അപ്പോൾ എന്താ പറയുക, കഷ്ടകാലം ശനിദോഷ പിടിച്ച ആൾക്കാർ പോകുമ്പോൾ എന്തുണ്ടാവും അറിയാം. സോ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിട്ട് നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ മുഴുവൻ അതിരാവിലെ 5 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ 10:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് സ്കൂളുണ്ടായിരുന്നു. ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പറഞ്ഞു അവരോട് പൊക്കോ, നമ്മൾ ജോയിൻ ചെയ്തോളാന്ന്. അപ്പം നമ്മൾ മാത്രമായിട്ടാണ് പോകുന്നത്. ഒരു ഇടയിൽ വെച്ചിട്ട് നമ്മൾ ക്യാച്ചപ്പ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പ് തുടങ്ങിയാലോ കേട്ടോ? യെസ്, നമ്മളുടെ ഫ്യൂവൽ സ്റ്റേഷനിൽ ഫ്യൂവൽ അടിക്കുക, ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുക. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈവേയിലേക്ക് കിടക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് വെച്ച് വിടണം. കുറേ കിലോമീറ്റർ സ്ട്രെയിറ്റ് തന്നെ ആയിരിക്കും പോവുക. അപ്പോൾ നമുക്ക് നോക്കട്ടെ എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ 458 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡ് പോകാൻ പോവാട്ടോ. ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നല്ലേ. ഇതങ്ങനെ വെച്ചിട്ട് ഇട്ടാൽ മതിയായിരുന്നു. നോക്കുക, അവിടെ എന്തോ തീ പിടിച്ചു കാണാം. ഫുൾ പുക വരുന്നുണ്ടല്ലോ. അതെന്താ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല കേട്ടോ. അത് ആരോ എന്തോ തീയിട്ടാണ്, താൻ എന്തെങ്കിലും പ്രതിഷേധമായിരിക്കോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അപ്പൊ നമ്മള് ഫ്രീ വേയിലൂടെ ഇങ്ങനെ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല റോഡാട്ടോ, അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദക്ഷിണാഫ്രിക്കയിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും നല്ല റോഡാണ്. വളരെ ഇന്റീരിയറായിട്ട് പോയാൽ മാത്രമാണ് മഡ് റോഡുകളും ടാറിടാത്ത റോഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാത്തതൊക്കെ നല്ല രസമുള്ള റോഡാണ്. നല്ല റോഡ് നോക്കി നിങ്ങൾ, നല്ല ഭംഗിയില്ലേ. ഇത് മൊത്തം ഇപ്പൊ കരിഞ്ഞുണങ്ങി നിൽക്കുന്നത് വിന്റർ ടൈം ആയതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഇത് ഫുൾ പച്ചപ്പായിരിക്കും. എന്താ പറയാ, കണ്ണ് നിറയും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഫസ്റ്റ് ടോളിലെത്തിയിരിക്കുക കേട്ടോ. എത്ര വെച്ചാൽ ചന്ദ്രബി? 63 റാൻഡ്. 63 റാൻഡ് എന്ന് പറയുമ്പോൾ 200 സംതിങ് അല്ലേ? 200 സംതിങ് ആണ് നമ്മളുടെ ടോൾ ഫ്രീ. അല്ല, ടോൾ ഫീ. കാരണം ഇത്ര നല്ല റോഡ് ഉണ്ടാക്കിയിടുമ്പോൾ ഇവര് ടോൾ കളക്ട് ചെയ്തല്ലേ പറ്റൂ. സോ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നൈസ് റോഡാണ്. നമ്മളിപ്പോ 5 hours and something is still there for us to reach. അപ്പോൾ on the way ആണ് still. Let all you do be done with love. ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വന്ന് ഡ്രൈവ് ചെയ്യാനും, ഈവൻ നിങ്ങളിവിടെ ട്രിപ്പ് പോരാണെങ്കിലും ഇന്ത്യൻ ലൈസൻസിൽ നമുക്ക് 1
വണ്ടി എടുത്തിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. നല്ല രസമാണ് ഓടിക്കാൻ. അത് നമ്മൾ 100-120 സ്പീഡിൽ മിന്നിച്ചങ്ങ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് എത്തും. നമുക്ക് അത്രയ്ക്ക് ഒരു ക്ഷീണമൊന്നും തോന്നില്ല. പിന്നെ ഇടയിൽ ഈ ഇങ്ങനെ പെട്രോൾ സ്റ്റേഷൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ പ്ലാസകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ ഒക്കെ നിർത്താനുള്ള സ്ഥലങ്ങളും ഉണ്ട്. സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റിൽ ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 1 മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞു. ഇനിയും ഉണ്ട് നമുക്ക് 5-5.5 മണിക്കൂർ ഇനിയും ഉണ്ട്. ടുട്ടു ഇവിടെ ബാക്കിൽ കിടന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി. ചന്ദ്രപ്പയാണ് ഫുൾ ടൈം ഡ്രൈവിങ്. അവർക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈവ് ചെയ്തോട്ടെ. ഞാനവിടെ പാസഞ്ചർ പ്രിൻസസ്. വേറെ ഒന്നും ചിന്തിക്കണ്ട. വീഡിയോ എടുക്കുക, സെൽഫി എടുക്കുക, ഫോട്ടോസ് എടുക്കുക, പിന്നെ കുറച്ചേരം കിടന്നു ഉറങ്ങാം. നമ്മൾ പോണ ട്രിപ്പിലൊക്കെ എന്തായാലും കാണാൻ ഒരു കാഴ്ചയായിട്ട് ഇവിടുത്തെ ഈ പശുക്കൾ കണ്ടോ. എല്ലാവിടെയും ഒരു ലോഡ് പശു ഉണ്ടായിരിക്കും. ഇത് ഡർബനിലേക്ക് പോണ വഴി തന്നെയാണ്. ഡർബനും കഴിഞ്ഞിട്ട് പോണല്ലേ നമ്മള്. അതിന് മുന്നായിട്ട് ഒരു ഡൈവേർഷൻ എടുത്തിട്ട് വേണം ഈ ഡ്രാക്കൻസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട്. ടോളെത്താറായിട്ടാ. ഈ റോഡൊക്കെ ഭയങ്കര എന്താ പറയാ പുതിയതായിട്ടിട്ട് പോലെ തോന്നുന്നത്. നമ്മുടെ 2ാമത്തെ ടോളാണ്. ഇവിടെ എത്ര കാശാ സെയിം? 83. അതായത് ലാസ്റ്റ് ടൈം കൊടുത്തേക്കാളും കൂടുതൽ. ഇത് 300 സംതിങ് ആയിട്ടുണ്ടാവും. നമ്മളെ പിടിച്ച് നിർത്തിയത് പുള്ളി നമ്മളൊക്കെ ഇട്ട്. അവര് വിചാരിച്ചു നമ്മളുടെ അത്യാവശ്യത്തിന് ഡോക്യുമെന്റ്സ് ഇതാണ്. എല്ലാരും പിടിച്ച് നിർത്തുന്നത്. നമ്മള് ഹാരി സ്മിത്ത് പ്ലാസ എന്ന് പറഞ്ഞ പ്ലാസയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ സീറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മള് വീട്ടിൽ നിന്ന് തന്നെ പനീർ കറിയും ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് കഴിക്കാം. അപ്പൊ നമ്മള് ചപ്പാത്തിയും പനീർ കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാലോ. പിന്നെ വേണമെങ്കിൽ ഒരു കോഫി മേടിക്കാം. ഇവിടെ കോഫി ഷോപ്പ് ഇത് ബാക്കിൽ തന്നെ ഉണ്ട്. ഇത് ഉണ്ടാക്കിയ നമ്മളുടെ പനീർ കറി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ടുട്ടുൻ്റെ സ്കൂളിലേക്കൊക്കെ ബോക്സാ നമ്മളുടെ പനീർ കറി. പിന്നെ നമ്മൾ ചപ്പാത്തി എടുക്കുക. ഇവിടെ നമ്മൾ ചപ്പാത്തി കൊണ്ടിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് ചപ്പാത്തികളാട്ടോ. അത് വാങ്ങാൻ കിട്ടും കടയിൽ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലേ. ഇത് തുറന്നോ. നമ്മളുടെ ചപ്പാത്തി പനീർ കറി. ഏകം കടിക്കല്ലേ. പിന്നെ നീ എന്തിട്ടൊക്കെയാണോ കാണിക്കുന്നത്? നല്ല വ്യൂ ആണ്. മലയൊക്കെയാണ് ചുറ്റും. ഞാനിവിടെ മഗ് ആൻഡ് ബീൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറി ഒരു ചായ എടുക്കാമെന്ന് വിചാരിച്ച്. ആ ചപ്പാത്തി തണുത്ത ചപ്പാത്തി തിന്നൊരു സുഖമല്ല. അപ്പോൾ ഞാൻ ഡോണ്ട് പറയും. ഇവർ പാലൊഴിച്ചിട്ടുണ്ട്. വെള്ളം വന്ന് കാണാനുള്ളതോ. ഇവിടെ ഒടുക്കത്തെ കാറ്റാന്നേ. ഞാനൊരു ചായ മേടിച്ചു. തണുത്ത ചപ്പാത്തി സുഖമില്ല. ഇവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ പോവാം. കുട്ടീനെ ഐസ്ക്രീം വേണോ? നമ്മൾ മഗ് ആൻഡ് ബീനിന്ന് ഒരു മഫിൻ മേടിച്ചിട്ടാണ്. ട്രിപ്പിൾ ചോക്കോ മഫിൻ. വലിയ മഫിനാ.
കഴിച്ചു നോക്കാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ടുട്ടു നിനക്ക് ഐസ്ക്രീം കിട്ടിയാ? ടുട്ടുന് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ചന്ദ്രക്ക് ഐസ്ക്രീം പോവാം. ഈ സാധനം നല്ലതാട്ടോ. ട്രിപ്പിൾ ചോക്ക് കപ്പ് കേക്ക്. The crust is nice. ക്രസ്റ്റ് നല്ലതാ. അത് നമ്മൾ തിന്നു ഓൾറെഡി. With cherry piece, just one bite. ഞാനൊരു 1 മണിക്കൂർ കിടന്ന് ഉറങ്ങി. ഇവള് ഉറങ്ങാനായിട്ട് ബെഡ് പുതപ്പ് തലോണ എല്ലാം ഉണ്ടായിട്ട് ഇവള് ഉറങ്ങിയിട്ട് ഇനി വലിയ എടുത്ത വിധത്തിൽ ഇങ്ങനെ കിടന്നിട്ട് ഉറങ്ങാൻ നല്ല സുഖമാണ്. അതാണ് ഞാൻ ഉറങ്ങി. ഇവളുടെ ഈ കലപിലെ സൗണ്ട് കേട്ടിട്ട് ഞാൻ എണീറ്റത്. ട്രക്കുകളുടെ മേളമാണ് മൊത്തം. നമ്മൾ അടുത്ത ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എത്ര ടോൾ പ്ലാസ കയറി നമ്മള്? This is fifth one, I guess. ഇതൊക്കെ കണ്ട പൈൻ മരങ്ങളല്ല കാണുന്നത്. പൈൻ മരങ്ങൾ കണ്ട മൊത്തം പൈൻ മരങ്ങളാ. ഫുള്ള് മല. ഇത് ആക്ച്വലി ഇങ്ങനെ നട്ടിട്ട് ഈ മരത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നത് മുഴുവൻ. ഈ സൈഡ് മൊത്തം. നമുക്കിനി 1 hour 41 minutes കൂടി ഉണ്ട് കേട്ടോ. യൂഷ്വലി നമുക്ക് കാറിലിരിക്കുമ്പോൾ അങ്ങനെ ഛർദിയൊന്നും വരാറില്ല. നമുക്ക് ആർക്കും വരാറില്ല. ഇങ്ങനെ വെറുതെ ഒരു ചെവി ഇങ്ങനെ അടഞ്ഞ പോലെ വരും. അല്ലാണ്ട് യൂഷ്വലി ഒരു നമ്മൾ ഛർദിക്കാനില്ല ഭാഗ്യത്തിന്. അതാണ് ഇത്ര ദൂരം ഡ്രൈവ് ചെയ്താലും നമുക്ക് അത്രയ്ക്കൊരു പ്രശ്നം തോന്നില്ല. ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു കോഫി വാങ്ങിച്ചു കുടിച്ചാൽ ഗുഡാണ്. അയ്യോ ഇനിയുണ്ടോ 1 മണിക്കൂർ 26 മിനിറ്റ്. നമ്മൾ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി ഫ്യൂവൽ സ്റ്റേഷനിൽ നിർത്തിയതാട്ടോ. നമ്മൾ വിചാരിച്ചായിരുന്നു ഇവിടെ ഒത്തിരി റിമോട്ടായ ഏരിയയിൽ വന്നാൽ ഇനി നമുക്ക് ഫ്യൂവൽ കിട്ടോ ഇല്ലേ എന്നുള്ളത്. ബട്ട് ഫ്യൂവൽ സ്റ്റേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഫ്യൂവൽ അടിക്കാനിരിക്കുക. എൻ്റെ അച്ഛൻ എപ്പോഴും പറയേ ഇവളെ വീഡിയോ കോൾ വിളിക്കുകയാണെങ്കിലും ക്യാമറ കണ്ടാൽ അപ്പോൾ ഇവളിങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കും. എന്താ നിൻ്റെ പ്രശ്നം? രാത്രിയായിട്ടാ. നമുക്ക് ഇനിയുണ്ട് ഒരു 20 മിനിറ്റ് എത്താനായിട്ട്. ഒരു ചെറിയ സിറ്റിയാണിത്. സിറ്റി ചെറിയൊരു ടൗൺ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് കാരണം നൈസാണ്. നോ പ്രോബ്ലം. നമ്മളുടെ കോട്ടേജ് തന്നെയാട്ട് ഇത്. ഇങ്ങോട്ട് എടുക്കാനല്ല, ഇങ്ങോട്ടാണ് എടുക്കേണ്ടത്. ഇങ്ങോട്ട് In 500 meters, turn left. ബാഡ് റോഡ്. ഈ സൈഡ് കല്ലിത് വലിയൊരു കല്ലുണ്ടാവും. ഇതാട്ടെ സംഭവം. ഒരു ലൈറ്റും ഇല്ല. അയ്യോ ഇത്രയും നോക്കുമ്പോ കാണാൻ പറ്റും ഇത്രയും ദൂരം നമ്മൾ പോവാനുണ്ട്. റോഡ് ഇവിടെ മഡ് റോഡാ. ഇങ്ങോട്ട് കിടക്കണ സ്ഥലം. പക്ഷെ അങ്ങോട്ട് ഒന്നും കാണാനില്ല കേട്ടോ. ഇങ്ങോട്ട് എടുക്കണം. ഇങ്ങോട്ട് നമ്മള് ഇങ്ങനെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കിടക്കുക എന്നിട്ടാ. ഭാഗ്യത്തിന് ചന്ദ്രക്ക് ബുദ്ധി തോന്നി. അപ്പൊ നമ്മൾ ഈ അക്കോമഡേഷനിൽ എത്തിയട്ടോ.
ഇപ്പം എന്തായാലും രാത്രി അതിനെ നമുക്കൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ്, ഭയങ്കര വലുതാണ്. ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്സൈഡ് ഏരിയ. പ്രോപ്പർ ലൈറ്റിങ്ങിൽ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പം ഇത് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ ഒരു ഹാൾ സ്പേസ് ആണോ. ഇതൊരു ബെഡ്റൂമാണ്. ഇതിലൊക്കെ ആൾക്കാർ ഓക്യുപ്പൈഡ് ആണ്. നമുക്ക് ഇനി അത് കാണാൻ പറ്റില്ല. ഇത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം ആട്ടോ. വാവ്, നോക്ക് ഇത്ര രസമാണ്. പിന്നെ ദേ ഇതിൻ്റെ ഒരു വണ്ടർഫുൾ ബാത്റൂം ഉണ്ട്. പക്ഷേ ഇവിടെ കുറേ കുട്ടികളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സോ അവർക്കാണ് ഈ റൂം. ഭയങ്കര വലിയ ബാത്ത് ടബൊക്കെ ഉണ്ട് ഇവിടെ. വാവ്, ഇതൊക്കെ യൂറോപ്യൻ സ്റ്റൈലിലെ ബാത്ത് ടബാ. നൈസ്. എനിക്ക് ഇത്ര സമയമുള്ളൂ ഇവിടെ. നമുക്കപ്പോൾ വേറെ റൂംസ് പോയി നോക്കാട്ടോ. ഇതാണ് വേറൊരു ബെഡ്റൂം ഐ തിങ്ക്. മമ്മി ഞാൻ വീഡിയോ എടുക്കണം, കുഴപ്പമില്ലല്ലോ? മമ്മി ഉറങ്ങാറായോ? ഓ, ദേ നമ്മളുടെ ഒരു മമ്മി ഇവിടെ ഉണ്ട്, ഉറക്കമാണ്. ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല. ഇതാണ് എൻ്റെ റൂം. താങ്ക് യു മമ്മി. പിന്നെ ഇതിന് ആക്ച്വലി ഈ വീടിന് ഭയങ്കര വലിയൊരു ഡൈനിങ് സ്പേസ് ഉണ്ട്. കാണാം, ഇത് മുഴുവൻ ഡൈനിങ് സ്പേസ് ആണ്. ഒരേ ഡ്രോബാക്ക് ഇവിടെ സിഗ്നൽ എന്ന് പറഞ്ഞ സാധനമില്ല. ഇപ്പോൾ നമ്മൾ കുറേ ആൾക്കാരൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. കുട്ടികൾ ഇവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇവരെയൊക്കെ പിന്നെ പരിചയപ്പെടുത്തി തരാം. ഇതാണോ ഇതിൻ്റെ ഫയർ പ്ലേസ്? നല്ല രസമില്ല കാണാനായിട്ട്. നമുക്ക് അപ്പുറത്തെ സൈഡോ ഇത് ഇതിൻ്റെ പുറത്തേക്കുള്ള സ്ഥലമാട്ടോ. ഇത് പുറത്തേക്കുള്ളത്. ഇപ്പം എന്തായാലും രാത്രി ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. പുട്ടുണ്ട് ഇവിടെ. പിന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് പോവാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കവർ ചെയ്യാനാ. ഇവിടെ ഒരു കിച്ചൺ ഉണ്ടല്ലോ. ഇനി ഇത് ഒരു എന്താ പറയുക, നല്ല പൂൾ ടേബിളൊക്കെ ഉള്ള ഒരു ബാറൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. നമുക്ക് ഡ്രിങ്ക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡ്രിങ്ക്സ് കഴിക്കാം, പിന്നെ പൂള് കളിക്കാം. ഇവിടെ അപ്പോഴേക്കും വെള്ളം പോയല്ലോ. ബെസ്റ്റാണ്. പിന്നെ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ളൊരു വലിയ കിച്ചൺ ഉണ്ട് ഇവിടെ. കണ്ടോ, അതിനുള്ള പാത്രങ്ങളൊക്കെ ഇത് പൊയ്ക്ക് പോട്ടാട്ടോ. ഇത് നമ്മളത് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു. അപ്പം ഇതാണ് കിച്ചൺ. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാം. എല്ലാവിധ പ്ലേറ്റ്സ്, ഇത് സ്റ്റൗ ഉണ്ട് ഇവിടെ, ഒക്കെ ഉണ്ടാവും. കുഞ്ഞിമാവിണ്ടല്ലോ ഇവിടെ. ഫയർ പ്ലേസ് ഒക്കെ. നമുക്ക് വേറൊരു കോട്ടേജ് ഉണ്ട്, അവിടെ പോയിട്ട് ഞാൻ അവിടെ സെറ്റിൽ ആവാനാണ് ചാൻസ്. കാരണം ഇവിടെ കുറേ പാരൻസ് എല്ലാവരും ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ കൂടുതൽ റൂംസ് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ സൈഡിൽ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊരു ആക്ച്വലി ഒരു സെപ്പറേറ്റ് കോട്ടേജാണ്. ഇവിടെ 2 ബെഡ് ഇവിടെ ഉണ്ട്, കിച്ചൺ ഉണ്ട് ആ സൈഡിലായിട്ട്. പിന്നെ അവർ ഓൾറെഡി ഫയർ പ്ലേസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു TV ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് ബെഡ്റൂം. നല്ലൊരു ബെഡ്റൂമാണ്. നല്ലൊരു മിററുണ്ട്. ഇനി എന്താ കിട്ടുക? ഭയങ്കര ജങ്കിനെ പറ്റിയിരിക്കുന്നത്. നിനക്ക് ഫ്രണ്ട്സിനെ കിട്ടിയില്ല? Just like you don't have any. I have many. ഇതാണ് ബാത്റൂം. ഓ, നൈസ് ബാത്റൂം മാൻ.
നോക്ക് എന്ത് രസം. ഞാൻ പകല് ശരിക്കും കാണിച്ചാൽ അപ്പൊ ലൈറ്റിങ് തീരില്ല. എന്റെ കുറുമ്പനുള്ള തരാട്ടാ. ഇതായിട്ടാ നമ്മൾ താമസിക്കുന്ന കോട്ടേജ്. ഇതിന് ഒരു സൈഡ് ഒരു കോട്ടേജും മറ്റേ സൈഡിൽ വേറെയാണ്. പകലായിട്ട് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് കാണാം. ഈ മെയിൻ ലോഡ്ജ് ആക്ച്വലി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകണം. ഇവിടെ ആക്ച്വലി ലൈറ്റ് ഇല്ല, നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഇത് ലൈറ്റ്. കിച്ചണിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ രണ്ടുപേരുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഓരോ വീട്ടിൽ നിന്ന് ഓരോ ഡിഷുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പം ഞാൻ മുട്ട ഗ്രേവി കൊണ്ടുവന്നു, അപ്പോൾ മുട്ടക്കറിയാക്കി. പിന്നെ കുറച്ച് പേര് ചിക്കൻ്റെ ഡിഷ് കൊണ്ടുവന്നു, പിന്നെ ബീഫിൻ്റെ ഡിഷ് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും കൂടി ഈ എല്ലാ ദിവസങ്ങളും ഷെയർ ചെയ്ത് കഴിക്കാനുള്ളതാട്ടോ. ഇവരൊക്കെ ഇവിടെ ദക്ഷിണാഫ്രിക്കയിലുള്ള മലയാളി ഫാമിലീസാണ്. ഇനിയുള്ള ബാക്കിയുള്ള വീഡിയോസിൽ ഇവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ കുറേ നേരം അപ്പോൾ ആൾക്കാർ എല്ലാവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10:30 നാളെ കാലത്ത് 9 മണിക്ക് നമുക്കിവിടെ വണ്ടി വരും. നമ്മൾ സനിപാസ് എന്ന് പറഞ്ഞിട്ട് ലെസോത്തോല ഒരു ഭയങ്കര നല്ലൊരു ഡ്രൈവ്, അഡ്വഞ്ചറൊക്കെ ഉള്ള ഒരു ഡ്രൈവാണ്. 4x4 നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം നാളെ കാണാം. അതല്ല ഫുൾകുപ്പി അവിടെ എത്തി. ഇന്ന് അറിയാം ക്ലാസ് വെച്ചപ്പോ